ഏവർക്കും സ്വാഗതം. ശ്രീ ശങ്കരാചാര്യനാൽ വിരചിതമായിട്ടുള്ള ഹനുമത് പഞ്ചരത്നത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ ശ്ലോകം: വീതാഖില വിഷയേച്ഛം ജാതാനന്ദാശ്രുപുളകമത്യച്ഛം സീതാപതി ദൂതാദ്യം വാതാത്മജമദ്യ ഭാവയേ ഹൃദ്യം. വീതാഖില വിഷയേച്ഛം, അഖില വിഷയങ്ങളെയും എല്ലാ തരത്തിലുമുള്ള ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ത്യജിച്ചവനും, ജാതാനന്ദാശ്രുപുളകം, ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടും പുളകത്താൽ രോമാഞ്ചപ്പെട്ടിട്ടുള്ള ശരീരത്തോടും കൂടിയവൻ ആയിട്ടാണ് ഹനുമാൻ സ്വാമിയെ ഇവിടെ വർണ്ണിക്കുന്നത്. പരമാത്മാവായ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഭവത്താലാണ് ഭഗവാന്റെ കണ്ണുകൾ പരമാനന്ദ അശ്രുക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. അത്യച്ഛം, അതിപരിശുദ്ധമായതും, സീതാപതി ദൂതാദ്യം, സീതാപതിയായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രധാന ദൂതനും, വാതാത്മജം അദ്യ ഭാവയേ ഹൃദ്യം, വായുഭഗവാന്റെ പുത്രനുമായിട്ടുള്ള ആ ഹനുമാൻ സ്വാമിയെ ഞാനിതാ ധ്യാനിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ സാരം: ശ്രീരാമദേവൻ്റെ പ്രധാന ദൂതനും വായുപുത്രനും എല്ലാ ലൗകിക ഭോഗങ്ങളും ത്യജിച്ചവനും ശ്രീരാമഭക്തിയിൽ എപ്പോഴും മുഴുകിയതും ആനന്ദാശ്രു നിറഞ്ഞ കണ്ണുകളോടും രോമാഞ്ചമാർന്ന ശരീരത്തോടും ഏറ്റവും പരിശുദ്ധവുമായ ആ ഹനുമാൻ സ്വാമിയെ ഞാനിതാ നമിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം: തരുണാരുണ മുഖകമലം കരുണാരസപൂര പൂരിതാപാംഗം സഞ്ജീവനമാശാസേ മഞ്ജുള മഹിമാനമഞ്ജനാഭാഗ്യം. തരുണാരുണ മുഖകമലം, തരുണാരുണം അഥവാ ഉദിച്ചുയരുന്ന സൂര്യൻ്റെ ആ അരുണിമ അല്ലെങ്കിൽ ചുവന്ന ആ നിറം, ആ നിറത്തോടു കൂടിയ മുഖകമലം, മുഖപത്മത്തോട് കൂടിയവനും, കരുണാരസപൂര പൂരിതാപാംഗം, കാരുണ്യരസത്താൽ നിറഞ്ഞിട്ടുള്ള കണ്ണുകളോട് കൂടിയവനും, സഞ്ജീവനമാശാസേ, അമരത്വത്തെ നൽകുന്ന സഞ്ജീവനിയാൽ ജീവനെ നൽകുന്നവനും, മഞ്ജുള മഹിമാനം, മനോഹരവും മഹിമാനും മഹാനുമായിട്ടുള്ള അഞ്ജനാഭാഗ്യം, അഞ്ജനാദേവിയുടെ ഭാഗ്യവുമായിട്ടുള്ള ആ ഹനുമാനെ ഞാൻ വന്ദിക്കുന്നു എന്ന് അർത്ഥം. ഇതിൻ്റെ സാരം: അഞ്ജനാദേവിയുടെ ഭാഗ്യവും ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ ചുവന്ന മുഖാരവിന്ദത്തോടു കൂടിയവനും, കാരുണ്യം നിറഞ്ഞ ദൃഷ്ടിയോടു കൂടിയവനും, മരണത്തെ മുഖാമുഖം കണ്ടവർക്ക് ജീവദാതാവും മധുരമാർന്ന മാഹാത്മ്യം ഉള്ളവനും ആയിട്ടുള്ള ആ ഹനുമത് സ്വാമിയെ ഞാൻ നമിക്കുന്നു എന്നാണ് അർത്ഥം. മൂന്നാമത്തെ ശ്ലോകം: ശംബരവൈരി ശരാധികം അംബുജദളവിപുല ലോചനോദാരം കമ്പുകളമനിലദിഷ്ടം ബിംബജ്വലിതോഷ്ഠമേകം അവലംബേ. ശംബരവൈരി ശരാധികം, ശംബരൻ എന്ന അസുരൻ്റെ വൈരി അഥവാ ശത്രു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അത് യഥാർത്ഥത്തിൽ കാമദേവനെയാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നുമുള്ള ആ അഗ്നിയിൽ ദഹിച്ചു വെണ്ണീറായിട്ടുള്ള കാമദേവൻ പിന്നീട് രുക്മിണി ദേവിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും പുത്രനായി പ്രദ്യുമ്നൻ എന്ന പേരോടുകൂടി ജനിക്കുകയുണ്ടായി. അദ്ദേഹം ജനനമെടുത്ത ഉടൻ തന്നെ അദ്ദേഹത്തെ ശംബരൻ എന്ന ഒരു അസുരൻ കട്ടുകൊണ്ടുപോവുകയും അതിൽ വളരെ ദുഃഖിതനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീ മഹാദേവിയോട് പ്രാർത്ഥിക്കുകയും അപ്പോൾ ദേവി പ്രദ്യുമ്നന് 14 വയസ്സ് തികയുമ്പോൾ അവൻ ശംബരനെ യുദ്ധത്തിൽ വധിക്കുമെന്നും തിരികെ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തുമെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രദ്യുമ്നനായി ജനിച്ചിരിക്കുന്നത് ആ കാമദേവൻ തന്നെയാണ്. ആ കാമദേവൻ വധിച്ച അസുരനാണ് ശംബരൻ. ആ ശംബരൻ്റെ വൈരി എന്ന് പറയുന്നത് അപ്പോൾ കാമദേവൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ കാമദേവൻ്റെ ശരങ്ങളെക്കാളും വേഗതയുള്ളവനും, അംബുജദള വിപുല ലോചനോദാരം, അംബുജം അഥവാ താമരയുടെ ഇതള് പോലെ വിടർന്ന ലോചനത്തോടു കൂടിയവനും
ആ ലോചനങ്ങളിൽ എപ്പോഴും കാരുണ്യത്തിൻ്റെ രസം കാണുവാനായും സാധിക്കും. കമ്പുകളമനിലദിഷ്ടം, ശംഖിനോട് ഉപമിക്കാൻ പോന്ന കഴുത്തിനോടും ഗളത്തോടു കൂടിയവനും, അനിലദിഷ്ടം അനിലനായിട്ടുള്ള പിതാവായ വായുദേവൻ്റെ ഭാഗ്യമായും, ബിംബജ്വലിതോഷ്ഠം ബിംബഫലത്തെ പോലെ, അതായത് തൊണ്ടിപ്പഴത്തെ പോലെ ജ്വലിക്കുന്ന ചുവന്ന ചുണ്ടുകളോടു കൂടിയവനും ആയിട്ടുള്ള ആ ഭഗവാൻ ആഞ്ജനേയൻ തന്നെയാണ് ഏകാവലംബം, എനിക്ക് ഒരേയൊരു ആശ്രയം. അപ്പോൾ വായുദേവൻ്റെ ഭാഗ്യവും കാമദേവൻ്റെ അമ്പുകളേക്കാൾ വേഗതയേറിയവനും, കാരുണ്യം നിറഞ്ഞ താമര ഇതൾ പോലെ വിടർന്ന കണ്ണുകളോടുകൂടിയവനും, ശംഖിനെ പോലെയുള്ള കഴുത്തോടു കൂടിയവനും, തൊണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടുകളോടു കൂടിയവനുമായിട്ടുള്ള ആ ഹനുമത് സ്വാമിയെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് അർത്ഥം. 4-ാമത്തെ ശ്ലോകം. ദൂരീകൃത സീതാർത്തി പ്രകടീകൃത രാമവൈഭവസ്ഫൂർത്തി ദാരിത ദശമുഖകീർത്തി പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി. ദൂരീകൃത സീതാർത്തി, സീതാദേവിയുടെ ആർത്തിയെ അഥവാ ദുഃഖത്തെ ദൂരീകരിച്ചവനും, പ്രകടീകൃത രാമവൈഭവ സ്ഫൂർത്തി, അതായത് സ്ഫുരിക്കുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വൈഭവത്തെ വെളിവാക്കുന്നവനായിട്ടാണ് ഭഗവാനെ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ദാരിത ദശമുഖ കീർത്തി, ദശമുഖനായിട്ടുള്ള രാവണന്റെ കീർത്തിയെ നശിപ്പിച്ചവനും, പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി, ഇങ്ങനെയെല്ലാം ഉള്ളതായിട്ടുള്ള ആ ഹനുമത് മൂർത്തിയുടെ ആ രൂപം എൻ്റെ ഉള്ളിൽ തിളങ്ങട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സീതാദേവിയുടെ ദുഃഖത്തെ തീർത്തവനും, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമപ്രഭുവിൻ്റെ വൈഭവത്തിൻ്റെ പ്രകടീകരണവും, രാവണന്റെ അഹങ്കാരം ശമിപ്പിച്ചവനുമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം എൻ്റെ ഉള്ളിൽ തിളങ്ങട്ടെ എന്നാണിവിടെ പറയുന്നത്. 5-ാമത്തെ ശ്ലോകം. വാനര നികരാധ്യക്ഷം ദാനവകുല കുമുദ രവികര സദൃശം ദീനജനാവനദീക്ഷം പവനതപ പാകപുഞ്ചമദ്രാക്ഷം. വാനര നികരാധ്യക്ഷം, വാനരസേനയുടെ, നികരത്തിൻ്റെ വാനരസേനയുടെ അധ്യക്ഷനും, ദാനവകുല കുമുദ രവികര സദൃശം. കുമുദമെന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ആമ്പൽപ്പൂവിനെയാണ്. രാത്രിയിലാണ് ആമ്പൽപ്പൂ വിടർന്ന് നിൽക്കുക, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രഭാതത്തിൽ സൂര്യൻ്റെ കിരണങ്ങളേൽക്കുമ്പോൾ ഈ ആമ്പൽ പതിയെ വാടുവാനും തുടങ്ങും. അപ്പോൾ എപ്രകാരമാണോ പ്രഭാതത്തിൽ ഒരു ആമ്പൽപ്പൂവ് സൂര്യൻ്റെ കിരണങ്ങളേറ്റ് വാടുന്നത്, അതേപോലെ ദാനവകുലത്തിൻ്റെ അഥവാ അസുരകുലത്തിൻ്റെ ച്യുതിക്ക്, നാശത്തിന് കാരണമാണ് ഹനുമാൻ എന്ന തരത്തിലാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ദീനജനാവനദീക്ഷം, ദീനന്മാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവനും, പവന തപ പാകപുഞ്ചം, പവനൻ്റെ അതായത് വായുദേവൻ്റെ മുഴുവൻ പുഞ്ചം, അതായത് തപസ്സിൻ്റെയും ഫലവും ആയിട്ടുള്ള ആ ആഞ്ജനേയ സ്വാമിയെ ഞാൻ ഹദ്രക്ഷം കണ്ടു. വാനരസേനയുടെ നായകനും, സൂര്യനുദിക്കുമ്പോൾ അമ്പൽപ്പൂ വിടർന്നതുപോലെ അങ്ങ് വിടർന്ന അസുരന്മാരെ കൊന്നൊടുക്കിയതും, ദീനന്മാരുടെ രക്ഷ ഉറപ്പുവരുത്തുന്നവനും, വായുദേവൻ്റെ മുഴുവൻ തപസ്സിൻ്റെയും ഫലമായിട്ടുമുള്ള അങ്ങയെ ഞാൻ കാണുന്നു എന്നാണിവിടെ പറയുന്നത്. അവസാനമായി ഇതിൻ്റെ ഫലശ്രുതി കൂടി കൊടുത്തിട്ടുണ്ട്. ഏതത് പവനസുതസ്യ സ്തോത്രം യ പഠതി പഞ്ചരത്നാഖ്യം ചിരമിഹ നിഖിലാൻ ഭോഗാൻ ഭുങ്ക്ത്വാ ശ്രീരാമ ഭക്തിഭാഗ് ഭവതി. ഏതത് പവനസുതസ്യ സ്തോത്രം, ഈ ഹനുമത് സ്വാമിയുടെ പഞ്ചരത്നാഖ്യം അല്ലെങ്കിൽ 5 ശ്ലോകങ്ങളടങ്ങുന്ന ഈ സ്തോത്രം ചൊല്ലുന്നവൻ, പഠിക്കുന്നവൻ, ചിര ഇഹം വളരെ കാലം ഇവിടെ, ഭോഗാൻ ഭുങ്ക്ത്വാ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചിട്ട് ശ്രീരാമഭക്തിയിൽ ലയിക്കും എന്നാണിവിടെ ഫലശ്രുതിയായി പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഉത്തമ ഭക്തനായിട്ടുള്ള ഹനുമത് സ്വാമിയുടെ ഭക്തിയിൽ ലയിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യർ രചിച്ച ഹനുമത് പഞ്ചരത്ന സ്തോത്രം അവസാനിക്കുന്നു.